മുട്ട ആണോ മുട്ട? ഇയാളൊരു ട്രെയിനർ അല്ലേ? ഈ എണ്ണയിൽ പൊരിച്ച മുട്ടയും ഹോൾ എഗ്സ് ഒക്കെ കഴിക്കുമ്പോ കൊളസ്ട്രോൾ ഒന്നും വരത്തില്ലേ? ന്യൂട്രീഷനിസ്റ്റും കൂടിയല്ലേ ഇയാള്? ഇതാണ് നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. കൊളസ്ട്രോൾ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഞാൻ പല വീഡിയോയിലായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ 80% നമ്മുടെ ലിവറാണ് കൊളസ്ട്രോൾ മേഡ് ചെയ്യുന്നത്. ബാക്കി ഇതുപോലെ 20% നമ്മൾ ഇതുപോലെ ഡയറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് ഫാറ്റി ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് മാസ്റ്റർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് ഗുഡ് ഫാറ്റ്. ഈ ഗുഡ് ഫാറ്റ് എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഇതുപോലെ അനിമൽ പ്രോഡക്റ്റിൽ നിന്നാണ് ഈ ഗുഡ് ഫാറ്റ് കളക്ട് ചെയ്യാൻ. അതായത് സാച്ചുറേറ്റ് ഫാറ്റ്. അപ്പൊ നമുക്ക് ഈ സീഡ്സ് ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യാമോ? ഒരിക്കലും പറ്റത്തില്ല. ഈ സീഡ്സ് ഓയിൽസിൽ നമ്മൾ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ അത് അൺസാച്ചുറേറ്റ് കൺവേർട്ട് ആവും. ഈ അൺസാച്ചുറേറ്റ് ഓയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ്. ഈ ഡോക്ടർമാരപ്പോ എന്തിനാണ് നമുക്ക് കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ് തരുന്നത്? നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് VLDയിലും അതുപോലെ ട്രൈഗ്ലിസറൈഡും. ഇതിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് പോലെ ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഡോക്ടർമാർ കൊളസ്ട്രോളിന്റെ മെഡിസിൻ തരുന്നത്. ഈ മെഡിസിൻ എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ ഡൗൺ ആവുന്നുണ്ട്. ഇത് കാരണം പല ഹോർമോൺ ഇഷ്യൂസും അവിടെ നടക്കുന്നുണ്ട്. ഒന്നിനു വേണ്ടി പല ഹോർമോൺസും സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ. അപ്പൊ ഈ VLDയിലും ട്രൈഗ്ലിസറൈഡും ഹൈ ആകുന്നതിന്റെ കാരണം എന്താ? മെയിൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മുടെ ഇൻസുലിൻ ഹോർമോൺ റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഈ അനിമൽ പ്രോഡക്ട്സ് അധികമായിട്ട് എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അതിനെ പറ്റിയുള്ള വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യാം.